ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി മന്ത്രിമാരായ പി രാജീവും ഡോക്ടർ ആർ ബിന്ദുവും കൂടിക്കാഴ്ച നടത്തി. VC നിയമനത്തിൽ അനിശ്ചിതത്വം, ബില്ലുകൾ എന്നിവ ചർച്ചയായി. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരമാണ് നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ പി രാജീവാണ് ഗവർണറെ കാണുമെന്ന് അറിയിച്ചത്. പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പി രാജീവിനൊപ്പം രാജ്ഭവനിൽ എത്തുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ്. പല സർവകലാശാലകളിലും സ്ഥിരം VC ഇല്ല. സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള തടസ്സങ്ങൾ നേരിടുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിക്കൊണ്ട് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റ് താല്പര്യമുള്ളവരെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു ശാശ്വതമായ പരിഹാരവും ഗവർണറുടെ ഭാഗത്തു നിന്നൊരു അനുഭാവപൂർവ്വമായ സമീപനവും പ്രതീക്ഷിച്ചുള്ള ചർച്ചയാണ് നടന്നത്. എന്നാൽ ഗവർണർ എന്ത് തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്ന കാര്യം വ്യക്തമല്ല. അത് തുടർ നടപടികളിലൂടെ മാത്രമേ അദ്ദേഹം അനുകൂലമായാണോ പ്രതികൂലമായാണോ പ്രതികരിച്ചെന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകളുടെ കാര്യവും ചർച്ചയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ളതിന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുകയും ചെയ്യും.